ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു പ്ലീറ്റഡ് ഫ്രണ്ട് ഓപ്പൺ നൈറ്റി തയ്ച്ചാലോ. ഞാനിപ്പോൾ 3 മീറ്ററിൻ്റെ നൈറ്റി മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ലെങ്ത്ത് വൈസ് 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. നീളത്തിൽ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ സൈഡാണ്. ഫോൾഡഡ് സൈഡ് നമ്മുടെ വശത്തേക്ക് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ നീളത്തിൽ നീറ്റായിട്ട് ഫ്ലീറ്റ് ഒന്നും ഇല്ലാതെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 7 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ നേരെ കിട്ടാൻ വേണ്ടി താഴെയും ഫോൾഡഡ് സൈഡിൽ നിന്ന് 7 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇത് XL XXL നൈറ്റി മേടിക്കുന്നവർക്ക് കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ കുറച്ച് ഷേപ്പൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഷേപ്പൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ അത് 7 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ലെങ്ത്ത് 8 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഇത് 8 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് നമുക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഫോൾഡഡ് സൈഡ് 10 ഇഞ്ച് ബോഡി പാർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഓപ്പൺ സൈഡ് ഞാൻ 10.5 ഇഞ്ച് വെറുതെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അവിടെ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് 7.5 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത്ത് 7.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു. ഇപ്പോൾ നേരെ കിട്ടാൻ വേണ്ടി 7.5 ഇഞ്ച് താഴെയും മാർക്ക് ചെയ്തു. അപ്പോൾ നേരെ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ 7.5 ഇഞ്ച് നമുക്ക് ലെങ്ത്ത് 7.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 7.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 7.5 ഇഞ്ചിൽ നിന്ന് 3.5 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഞാൻ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്യണം. 3.5 ഇഞ്ച്. എന്നിട്ട് ആ 3.5 ഇഞ്ചിൻ്റെ അവിടുന്ന് ലെങ്ത്ത് 9.5 ഇഞ്ച് കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡോട്ട് ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ വരച്ചു എന്നേ ഉള്ളൂ. ഇവിടെ 9 ഇഞ്ച് വരുന്ന അവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി, മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. എന്നിട്ട് സ്ലീവിൻ്റെ കൈയുടെ വണ്ണം 6.5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. അതിലേക്ക് 1-1.5 ഇഞ്ചോ നമുക്ക് തയ്യൽത്തുമ്പ് കൊടുക്കാം. സീം അലവൻസ് ഇട്ടിട്ട് അതിലേക്ക് ആ തയ്യൽത്തുമ്പിലേക്ക് നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കണം. എന്നിട്ട് ബോഡി പാർട്ട് നമുക്ക് വരച്ചെടുക്കാം. 8 ഇഞ്ചിൽ നിന്ന് 10 ഇഞ്ചിലേക്ക് ഇങ്ങനെ നേരെ സ്ട്രെയിറ്റ് വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ 9.5 ഇഞ്ച് വരച്ചില്ലേ, 9.5 ഇഞ്ചിലേക്ക് 10 ഇഞ്ചിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ സ്കെയിൽ വലിയ സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ദേ ഇവിടെ 4 ഇഞ്ചാണ് കിട്ടുന്നത്. അതേ അളവ് നിങ്ങൾക്ക് എത്രയാണോ അളവ് വന്നത് അതേ അളവ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 4 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. 4 ഇഞ്ച് തന്നെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ മാർക്കിങ്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം താഴത്തെ വശം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തിട്ട് നടുക്കൊരു കട്ടിങ് കൊടുക്കാം, സെൻറ്റർ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എന്നിട്ടത് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ കട്ട് ചെയ്യുന്ന പോലെ തന്നെ വീഡിയോ നോക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ബോഡി പാർട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കോൺ പോലെ ഇങ്ങനെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കട്ടിങ് വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സ്ലീവ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തു. സ്ലീവ് നമുക്ക് അടിഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് തേരുവശമായിരിക്കും നമ്മുടെ കൈയുടെ അടിഭാഗം. നമുക്ക് നന്നായി മനസ്സിലാവും. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ബോഡി പാർട്ട് നമ്മുടെ ഇങ്ങനെ ക്ലോസ് ആയിട്ടല്ലേ ഇരിക്കണേ, അത് നമുക്ക് 2ആയിട്ട് മാറ്റണം. ബാക്ക് സൈഡൊന്ന് ഫ്രണ്ടിലേക്കൊന്ന് ബാക്കിലേക്കൊന്ന് ഇങ്ങനെ 2ആയിട്ട് മാറ്റണം. എന്നിട്ട് ഒരു സൈഡ് എടുത്തിട്ട് ഞാൻ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യും കേട്ടോ. 2.5 ഇഞ്ചാണ് ഞാൻ വീതി കൊടുക്കുന്നത്. 3 ഇഞ്ച് ലെങ്ത്തും. ബാക്ക് നെക്കിലേക്ക് ഇത്ര മതി. നൈറ്റിക്കൊക്കെ 3 ഇഞ്ച് ലെങ്ത്ത് മതി. അപ്പോൾ 2 ഇഞ്ച് വീതിയും 3 ഇഞ്ച് ഇങ്ങനെ ബോക്സ് പോലെ ആക്കിയിട്ട് അതൊന്ന് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ആം ഹോൾ കേർവൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഷേപ്പായിട്ട് വരച്ചാലും മതി. ഇല്ലെങ്കിൽ ഫ്രീ ഹാൻഡിൽ ഇങ്ങനെ ഷേപ്പായിട്ട് വരച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്ക് ഇത്രയേ ഉള്ളൂ. ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. ഇത് പേപ്പർ ക്യാൻവാസാണ്. അതിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ക്യാൻവാസിലൊക്കെ നമുക്ക് നെക്ക് തയ്ച്ച് കഴിഞ്ഞാൽ സ്റ്റിഫായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ക്യാൻവാസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ 2.5 ഇഞ്ച് തന്നെ വീതി എടുത്ത് കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത് 2.5 ഇഞ്ചും ലെങ്ത്ത് 5.5 ഇഞ്ചുമാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്തും 2.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊരു ബോക്സ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം.
നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. എന്നിട്ടത് ബോക്സ് പോലെ ഇങ്ങനെ വരച്ചു കൊടുത്തു. എന്നിട്ട് ഈ മൂലയിൽ നിന്ന് നമുക്ക് ഒരു 3/4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തിട്ട് അത് 5.5 ഇഞ്ചിലേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സ്ക്വയറായിട്ട് തന്നെ എടുത്താലും മതി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഏതെങ്കിലും കൊടുത്താൽ മതി. ഇപ്പം ഞാൻ സൈഡിലൊരു ചെറിയ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ആം ഹോൾ കർവ് വെച്ച് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ വരച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ മേളിലേക്ക് ഇങ്ങനെ മുട്ടിക്കാം. മേളിലേക്ക് അത് എന്തിനാണെന്ന് ഞാൻ പറയാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അതിൻ്റെ ചുറ്റും നമുക്ക് 1 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഡിസൈൻ നമ്മൾ എങ്ങനെയാണോ വരച്ചിരിക്കുന്നത് ആ ഡിസൈനിൻ്റെ അതേ അളവിൽ 1 ഇഞ്ചിൽ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കുറേ പേർക്ക് ഫ്രണ്ട് ഓപ്പൺ നൈറ്റി ഇഷ്ടമാണല്ലോ. അപ്പോൾ അവർക്ക് പ്ലീറ്റ് വേണം. ബ്രസ്റ്റിൻ്റെ അവിടെയൊക്കെ നല്ല നന്നായിട്ട് നിൽക്കാൻ വേണ്ടി പ്ലീറ്റുള്ള നൈറ്റിയാണ് കുറേ പേർക്ക് ഇഷ്ടം. അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ഉള്ളതും പ്ലീറ്റഡ് നൈറ്റി ആകുമ്പോൾ എല്ലാവരും മേടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ തയ്ച്ച് നിങ്ങൾക്ക് സെയിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഡിസൈൻ ഇങ്ങനെ നേരെ വരച്ചിട്ട് ആ ഡോട്ട് ഇട്ടത് നേരെ വരച്ചിട്ട് ഞാനത് കട്ട് ചെയ്ത് കൊടുത്തു. മേളിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഡിസൈൻ വരച്ചില്ലേ ഉൾഭാഗത്ത്, ഡിസൈൻ വരച്ചത് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് തെന്നിപ്പോകുന്നൊക്കെ പേടിയുണ്ടെങ്കിൽ പിൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിൻ ചെയ്ത് നിർത്തിയിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതേ ഷേപ്പിൽ വരും. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അയൺ ചെയ്യുമ്പോൾ നമ്മുടെ അളവ് കറക്റ്റ് 2.5 ഇഞ്ച് വീതിയൊന്നും മാറിപ്പോവില്ല. ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം. ഇപ്പോൾ ആ തിളങ്ങണ വശം ഇതാണ് തിളങ്ങണ വശം. തുണിയുടെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. ഞാനൊരു ലൈനിങ് തുണി എടുത്തിട്ടുണ്ട് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചെറിയ ചൂടിൽ നമുക്കിങ്ങനെ അയൺ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അയൺ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് ഒരു ലൈനിങ് തുണിയിലേക്ക്. എന്നിട്ട് നമുക്ക് ബാക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്രോസ് പീസ് വേണം. ക്രോസ് ഇങ്ങനെയാണ് വെട്ടണത്. വലിയണ സൈഡ് ഇങ്ങനെ വലിയണ സൈഡ് ആണ് നമുക്ക് ക്രോസ് ആയിട്ട് എടുക്കേണ്ടത് തുണി. ഈ സ്കെയിൽ 1 ഇഞ്ചിൻ്റെ വീതിയുടെ സ്കെയിലാട്ടോ. അത് ഞാൻ ഇങ്ങനെ 1 ഇഞ്ചിൽ ഒരു 3 കഷ്ണം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട്. രണ്ട് കഷ്ണം മതി. വലിയ പീസാണെങ്കിൽ 2 കഷ്ണം മതി. അങ്ങനെ എടുത്തിട്ട് എല്ലാം ഞാൻ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നെക്ക് നമുക്ക് സൈഡ് 1/4 ഇഞ്ച് മാത്രം വിട്ടിട്ട് സൈഡ് മൊത്തം കട്ട് ചെയ്തെടുക്കുക തുണി. എന്നിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. റൗണ്ടായിട്ട് അതേപോലെ ഇങ്ങനെ റൗണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മൊത്തം തുണി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിങ്ങനെ നടുക്ക് ഇങ്ങനെ മടക്കിയിട്ട് സെൻറ്റർ ഭാഗത്തൊരു കട്ടിങ് കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു മാർക്ക് ചെയ്ത് കൊടുത്താലും മതി സെൻറ്റർ ഭാഗത്ത്. എന്നിട്ട് ഫ്രണ്ടിൻ്റെ നമുക്ക് ബോഡി പാർട്ട് എടുക്കാം. എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്യണം. സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് അതിന് നല്ല വശം ഇങ്ങനെ മേളിലേക്ക് വെക്കണം. നല്ല വശം മേളിലേക്ക് വെച്ചിട്ട് ക്യാൻവാസ് കാണുന്ന സൈഡ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആദ്യം സെൻറ്ററിലൊരു സ്റ്റിച്ച് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ സെൻറ്ററിലൊരു സ്റ്റിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അവിടുന്ന് നൂല് കട്ട് ചെയ്യാം. ലാസ്റ്റ് വരെ തയ്ക്കണ്ട. ആ ക്യാൻവാസിലൊന്നും കയറരുത്. ക്യാൻവാസിൽ കയറാതെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇവിടുന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങാം. ആദ്യം കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ടിട്ട് ആ ക്യാൻവാസ് ഡിസൈന് നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്തേക്കണേ അതേപോലെ ക്യാൻവാസിൻ്റെ മേളിൽ തയ്ക്കരുത്. ആ തുണിയിൽ തന്നെ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ ആ തുണിയിൽ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വരണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിസൈൻ ഉണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ട് വേണം ഇങ്ങനെ നമ്മൾ പ്രസർ ഇങ്ങനെ തിരിക്കാനായിട്ട്. ഇതിങ്ങനെ തിരിച്ച് നല്ല നീറ്റായിട്ട് അതേ ഡിസൈൻ പോലെ തന്നെ ക്യാൻവാസിൽ കയറാതെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് പറയണത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. 1/4 ഇഞ്ച് ഇങ്ങനെ വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. സ്റ്റിച്ചിങ്ങിൽ കൊള്ളരുത്. 1/4 ഇഞ്ച് എക്സ്ട്രാ ഇങ്ങനെ തുണി വിട്ടിട്ട് വേണം ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം ആദ്യമായിട്ട് തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട്.
എന്നിട്ട് റൗണ്ടായിട്ട് 1/4 ഇഞ്ച് വിട്ട് ഞാൻ കട്ടിങ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം, ആ സ്റ്റിച്ചിൽ വീഴാതെ ഇതുപോലെ ചെറിയ കട്ടിങ് കൊടുക്കണം. ആ മൂലയൊക്കെ വരുമ്പോൾ ശരിക്കും ഇങ്ങനെ ചെറിയ കട്ടിങ് കൊടുക്കണം കേട്ടോ. ആ സ്റ്റിച്ചിൽ കൊള്ളരുത്, സ്റ്റിച്ചിൽ കൊണ്ട് നമ്മുടെ തുണിയൊക്കെ കീറിപ്പോവും. അതുകൊണ്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ഇങ്ങനെ പതുക്കി ചുറ്റും ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചെടുക്കാം. ക്യാൻവാസ് നമുക്ക് ചീത്ത സൈഡിലേക്ക് ഉൾവശത്തേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ കയ്യിൽ തന്നെ നമുക്ക് ഇങ്ങനെ മാറ്റുമ്പോൾ നല്ല ഷേപ്പായിട്ട് കിട്ടും കേട്ടോ. ഇതേ കണ്ടോ, നല്ല ഷേപ്പായിട്ട് കിട്ടും. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ച് 2 സ്റ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. ഇതേ അതിൻ്റെ സൈഡിൽ കൂടെ അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ ഇങ്ങനെ തിരിച്ചിട്ട് നല്ല ഷേപ്പിൽ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ആ മൂല എത്തുമ്പോൾ ഇങ്ങനെ സൂചി കുത്തി നിർത്തണം. കുത്തി നിർത്തിയിട്ട് വേണം പ്രഷർ പൊക്കിയിട്ട് ഇങ്ങനെ തിരിക്കാനായിട്ട്. തിരിച്ച് ഇങ്ങനെ പ്രഷർ താത്തിയിട്ട് അതിൻ്റെ ആ ഡിസൈൻ ഉള്ളതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഞാൻ ഇടുന്ന കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോസ് എല്ലാവർക്കും നന്നായി മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റ് വരുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഈ വീഡിയോ കണ്ടിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്നെ എഴുതി കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ അത് വായിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമാണ്. എന്നിട്ട് കട്ട് ചെയ്ത് എടുത്തു. എന്നിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം. അപ്പോഴാണ് നല്ല ഫിനിഷിങ്ങിൽ നമ്മുടെ നൈറ്റി നിൽക്കുകയുള്ളൂ. എന്നിട്ട് അവിടെ സൂചി കുത്തി നിർത്തണം. നിർത്തിയിട്ട് അതേപോലെ നമുക്ക് 1/4 ഇഞ്ചിൽ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ചിലർ ഇതിൽ ലേസൊക്കെ വെക്കുന്നുണ്ട്. ലേസൊക്കെ വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം. ഇപ്പോൾ ബാക്ക് നെക്ക് തയ്ക്കാനായിട്ട് ക്രോസ് പീസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ക്രോസ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. 2 കഷ്ണം മതി. ലെങ്ത്തുള്ള തുണി ആയതുകൊണ്ട് 2 തുണി ഇങ്ങനെ മതി. ക്രോസ് ഇങ്ങനെ തയ്ച്ചത് മതി. എന്നിട്ട് ബാക്ക് നെക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വശം ഇങ്ങനെ മേളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് തുണിയുടെ. എന്നിട്ട് നമ്മുടെ ക്രോസ് പീസ് ഇങ്ങനെ വെച്ചിട്ട് അത് 1/4 ഇഞ്ചിൽ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. റൗണ്ടായിട്ട് തുണി വലിക്കാതെ, ക്രോസ് പീസ് വലിക്കരുത്, വലിക്കാതെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. കണ്ടോ, ക്രോസ് പീസിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ കറക്റ്റ് ഇങ്ങനെ നമ്മുടെ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. ഇതേ കണ്ടോ, നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം കേട്ടോ. ആ സ്റ്റിച്ചിങ്ങിൽ വീഴാതെ നമ്മുടെ ട്രിമ്മർ വെച്ച് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കാം. കട്ടിങ് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് പീസിലേക്ക് ബാക്ക് പീസ് ഇങ്ങനെ എടുത്ത് വെക്കണം. നല്ല വശം ചേർത്ത് വെക്കണം. എന്നിട്ട് ഷോൾഡറിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങണം. നെക്ക് ബാക്ക് പീസ് താഴെ വെക്കണം, ഫ്രണ്ട് പീസ് അതിൻ്റെ മുകളിലേക്ക് വെക്കണം, ഞാൻ വെച്ചതുപോലെ തന്നെ. എന്നിട്ട് അതിൻ്റെ ക്രോസ് പീസ് ഉണ്ടല്ലോ, ക്രോസ് പീസ് ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് വെച്ച് ഇങ്ങനെ മടക്കണം. ദേ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ദേ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫ്രണ്ട് പീസ് വെക്കണം. എന്നിട്ട് അതിൻ്റെ ക്രോസ് പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്നുകൂടി ഇങ്ങനെ മടക്കി കൊടുക്കണം. എന്നിട്ട് കെട്ടിയിട്ടിട്ട് നമുക്ക് നേരെ പിടിച്ച് ഷോൾഡർ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ച്ചു കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഡബിൾ സ്റ്റിച്ച് ഇട്ടാലാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ. എന്നിട്ട് എക്സ്ട്രാ നൂലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് വരും. കണ്ടോ, നമ്മുടെ ക്രോസ് പീസ് ബാക്ക് നെക്ക് തയ്ക്കാനായിട്ട് ഇതേ നല്ല ഫിനിഷിംഗ് ആയിട്ട് വരും. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങണം. തയ്യൽ തുമ്പ് ബാക്ക് വശത്തേക്ക് വെച്ചിട്ട് വേണം, മടക്കി വെച്ചിട്ട് വേണം ഇങ്ങനെ അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ തയ്ക്കാനായിട്ട്. എന്നിട്ട് ബാക്ക് സൈഡ് ഇങ്ങനെ നമ്മൾ ക്രോസ് പീസ് തയ്ച്ചില്ലേ, അത് 2ആയിട്ട് മടക്കണം. ഒന്ന് ചെറുതായിട്ട് മടക്കണം, എന്നിട്ട് ഒന്നുകൂടി മടക്കിയിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ, കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ. ഇതേ ഇങ്ങനെ 2ആയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഇപ്പുറത്തെ ഷോൾഡറിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു. എന്നിട്ട് തയ്യൽ തുമ്പ് ബാക്ക് വശത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തു. ഓക്കെ, ഇത്ര മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ മടക്കി വെക്കുക, ഇങ്ങനെ നോക്കുക കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് സ്ലീവ് നമ്മൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇതേ സ്ലീവ് എടുത്തിട്ടുണ്ട്.
സ്ലീവ് നമുക്ക് കൈയുടെ അടിവശവും മേൽവശവും മാറിപ്പോവില്ല, കാരണം തേരുവശമായിരിക്കും കൈയുടെ അടിവശം. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെയാണ് സ്ലീവ് വെക്കുന്നത്. ഇപ്പോൾ തേരുവശം ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ മടക്കി എടുക്കുന്നുണ്ട്, ഒരു മടക്കി എടുക്കുന്നുണ്ട്. ഇതേ കണ്ടോ, തേരുവശം ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക, 2 സ്ലീവും. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ ലെങ്ത്ത് കൂടുതൽ വേണ്ടവർക്ക് ഇങ്ങനെ മടക്കേണ്ട ആവശ്യമൊന്നുമില്ല, തേരുവശം ആയതുകൊണ്ട് മടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളവർക്ക് സ്ലീവ് ലെങ്ത്തൊന്നും തികയില്ല, അപ്പോൾ ഇങ്ങനെ മടക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ അടിഭാഗത്തും ഒരു ചെറിയ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്ലീവിൻ്റെ താഴ്വശം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് നേരെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ ഭാഗം ഇങ്ങനെ നോക്കിയിട്ട് നേരെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ. എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നൈറ്റിക്കൊക്കെ വില കൂടി, അപ്പോൾ നിങ്ങൾ തന്നെ തയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇടാനും നമുക്ക് എന്തെങ്കിലും കറക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ശരിയാക്കാനും ഒക്കെ നമുക്ക് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് അറിയാത്തവരാണെങ്കിൽ ഇങ്ങനെ ഈ വീഡിയോ നോക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്താൽ നല്ലതായിരിക്കും. എന്നിട്ട് പുറംകാണി ഇങ്ങനെ അതിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. മേളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഫ്രണ്ട് ഭാഗം എടുക്കുക. ഫ്രണ്ട് ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ട് ഈ താഴത്തെ പീസ് ഉണ്ടല്ലോ, ഈ കോൺ വന്ന പീസ് നമുക്ക് മനസ്സിലാവും. ആ ഭാഗത്ത് വേണം പ്ലീറ്റ് എടുത്ത് കൊടുക്കാനായിട്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ആദ്യം ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് വിടാം, കാരണം നമ്മൾ ഈ സിബ് വെക്കുന്നുണ്ടല്ലോ, ഓപ്പൺ വെക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം സെൻറ്ററിൽ നിന്ന്. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആ കോൺ വന്ന അതിൻ്റെ ഇപ്പുറത്തിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് അവിടെ നിന്ന് പ്ലീറ്റ് എടുത്ത് തുടങ്ങാം. കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് പ്ലീറ്റ് എടുത്ത് തുടങ്ങാം. നമ്മൾ മാർക്ക് ചെയ്തില്ലേ അവിടെ വരെ ഇങ്ങനെ പ്ലീറ്റ് ഇടാം. അപ്പോൾ കറക്റ്റ് ബ്രസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ പ്ലീറ്റ് നിൽക്കും, നല്ല ഭംഗിയായിരിക്കും. ദേ ആ മാർക്ക് ചെയ്ത് അവിടെ വരെ ഇങ്ങനെ പ്ലീറ്റ് എടുത്ത് കൊടുക്കാം. സെൻറ്ററിലേക്ക് പ്ലീറ്റ് എടുക്കണ്ട. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് സെൻറ്ററിൽ നിന്ന് 2 ഇഞ്ച് അപ്പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. കണ്ടോ, സെൻറ്ററിൽ 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് ഞാൻ. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് 2 ഇഞ്ച് വീതം 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ പ്ലീറ്റ് ഇടുന്നത്. 2 സൈഡ് ഒരേപോലെ ആയിരിക്കണം പ്ലീറ്റ്. ഒരു സൈഡ് കൂടുതലും ഒരു സൈഡ് കുറവ് വരരുത്. അപ്പോൾ 2 സൈഡ് ഒരേപോലത്തെ പ്ലീറ്റ് വേണം ഇടാനായിട്ട്. കണ്ടോ, ഇവിടെ വരെ പ്ലീറ്റ് ഇട്ട് കൊടുത്തു. നല്ല നീറ്റായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബോഡി പാർട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ബോഡി പാർട്ടിൻ്റെ നല്ല വശം ചേർത്തിട്ട് വേണം വെക്കാനായിട്ട്. ഇപ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. മാർക്ക് ചെയ്തിട്ട് ദേ സ്ലീവിൻ്റെ ഈ വശം ഇങ്ങനെ വിടണം. ദേ ഇവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. സ്ലീവിൻ്റെ ആ കോന് 9.5 നമ്മൾ മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് വേണം സ്ലീവിൻ്റെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. താഴത്തെ തുണിയുടെ ലാസ്റ്റിൽ നിന്ന് തേരുവശത്തൊട്ട് നമുക്ക് തയ്ച്ചു തുടങ്ങാം. ബോഡി പാർട്ടിൻ്റെ ആ 9.5 മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് പതുക്കെ പ്ലീറ്റ് ഒന്നും വീഴാതെ, താഴെ പ്ലീറ്റ് എടുത്ത ഭാഗമൊക്കെ നമുക്ക് ചിലപ്പോൾ തുണി കയറി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പതുക്കെ നമുക്ക് കയ്യിൽ ഇങ്ങനെ നീറ്റായിട്ട് ഇങ്ങനെ പിടിച്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മൾ എവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും കൈയുടെ ആണെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ ആണെങ്കിൽ എവിടെ ആണെങ്കിലും 1/2 ഇഞ്ച് സീം എലമെൻസ് വിടണം കേട്ടോ. എന്നാലാണ് പെട്ടെന്ന് കീറി പോവാതിരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇഴന്ന് പോണ തുണി ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നൂലിങ്ങനെ ഇഴന്ന് പോയിട്ട് പെട്ടെന്ന് നമ്മുടെ സ്റ്റിച്ച് വിട്ടു പോവും. അതുകൊണ്ട് 1/2 ഇഞ്ച് എല്ലായിടത്തും സീം എലമെൻസ് തയ്യൽ തുമ്പ് ഇടണം.
എന്നിട്ട് അത് ലാസ്റ്റ് വരെ അപ്പുറത്തെ സൈഡ് വരെ അതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് പ്ലീറ്റ് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഒരു സ്റ്റിച്ച് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണം. എന്നാലാണ് നമ്മുടെ സ്റ്റിച്ച് വിട്ടു പോവാതിരിക്കുകയുള്ളൂ. എന്ത് എളുപ്പമല്ലേ, പെട്ടെന്ന് അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു നൈറ്റി പെട്ടെന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് ഇങ്ങനെ മേളിലേക്ക് വെക്കണം. ബോഡി പാർട്ടിലേക്ക് തയ്യൽ തുമ്പ് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒരു കാണി കൂടി തയ്ച്ചു കൊടുക്കാം. ഇതേ കണ്ടോ, ഞാനിപ്പോൾ തയ്ക്കുന്നില്ല, അതേപോലെ തയ്ച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ചിങ് കാണാനായിട്ട്. തയ്യൽ തുമ്പ് മേളിലേക്ക് ഇരിക്കണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് വരെ ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ നല്ല നല്ല നെക്ക് ഡിസൈനുള്ള നൈറ്റികൾ തയ്ച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതുകൂടി പോയി കാണണം. ബെഡ് കവർ, അതുപോലെ ചുരിദാർ, പാൻറ്റൊക്കെ തയ്ച്ചിട്ടിട്ടുണ്ട്. കാണാത്തവർ കാണണം കേട്ടോ. ഇപ്പോൾ ബാക്ക് പീസ് പ്ലീറ്റ് ഇടാനായിട്ട് താഴ്ഭാഗത്ത് തുണി ഉണ്ടല്ലോ, അത് പ്ലീറ്റ് ഇടാനായിട്ട് ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ഫുള്ളിങ്ങനെ പ്ലീറ്റ് എടുത്ത് വെക്കാം. നമുക്ക് ഓപ്പൺ സൈഡ് നമ്മൾ ക്രോസ് ആയിട്ട് ഇങ്ങനെ വെട്ടിയിട്ടുണ്ട് കണ്ടോ. ആ വെട്ടിയിട്ട് ഉള്ള അവിടെ നിന്ന് 4 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാർക്ക് ചെയ്തിട്ട് സെൻറ്ററിൽ ഫുള്ളിങ്ങനെ പ്ലീറ്റ് എടുത്ത് വെക്കാം. എന്നിട്ട് അതിങ്ങനെ ഫോൾഡ് ചെയ്ത് നോക്കണം. ഫോൾഡ് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് 2 സൈഡിലേക്ക് പ്ലീറ്റ് ഒരേപോലെ ആയിട്ട് നിൽക്കണം. കണ്ടോ, 2 സൈഡ് ഒരേ ഒപ്പായിരിക്കണം പ്ലീറ്റ്. എന്നിട്ട് സെൻറ്ററിൽ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുക്കുക. ചെറുതായിട്ട് മാർക്കിംഗ് കൊടുത്താൽ മതി. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ഫ്രണ്ട് ഓപ്പൺ കൊടുക്കാനായിട്ട് 5 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 5 ഇഞ്ച് ലെങ്ത്താണ് വെക്കണത്. അതിങ്ങനെ ഫ്രണ്ട് പീസ് മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കണ്ടോ, സെൻറ്ററിൽ ഇങ്ങനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആ സെൻറ്റർ ഒന്ന് 5 ഇഞ്ച് വരെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ നേരെ വെച്ചു. 5 ഇഞ്ച് വരെ സെൻറ്റർ ഭാഗത്ത് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് നമുക്ക് പടി ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. പടി വേണം. ഒരു സിബ് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തില്ല, ആ പടിയാണിത്. ഒരു 3 ഇഞ്ച് വീതിയും ഒരു 10 ഇഞ്ച് ലെങ്ത്തിലും നമുക്കൊരു പടി കട്ട് ചെയ്ത് എടുക്കാം. എക്സ്ട്രാ തുണി നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഒരു പടി കൂടി വെക്കാൻ എക്സ്ട്രാ തുണി വേണ്ടി വരും. ഇപ്പോൾ ഞാനത് ഇങ്ങനെ 2ആയിട്ട് ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് 3 വശം സൈഡിൽ കൂടെ 3 വശത്തും ഇങ്ങനെ തയ്ച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്ര ലെങ്ത്ത് വേണ്ട, ഞാൻ കുറച്ചുകൂടി കട്ട് ചെയ്ത് കളയാണ്. ഒരു 10 ഇഞ്ച് ലെങ്ത്ത് മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് അടിവശത്തും ഫോൾഡ് ചെയ്ത് കൊടുക്കാം. 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ചുറ്റും 3 സൈഡും ഇങ്ങനെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഈ നൈറ്റിയിൽ ഞാൻ സെൻറ്റർ ഓപ്പൺ സിബാണ് വെക്കുന്നത്. ഹുക്ക് വെക്കണ വീഡിയോ ഞാൻ വേറെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സിബൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഹുക്ക് ഇഷ്ടമുള്ളവരും കുറവാണ്. അപ്പോൾ സിബ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തയ്ക്കാം. ഹുക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ വേറെ വീഡിയോ വേറെ ഇടാം കേട്ടോ. അപ്പോൾ 5 ഇഞ്ചിൽ ഞാൻ ഇതിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 6 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് 5 ഇഞ്ചല്ല, ഒരു 6 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. മേളിൽ കുറച്ച് തുണി കൂടി നമുക്ക് എക്സ്ട്രാ വേണം. 6 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കാം. കണ്ടോ, നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ ഒരു കട്ടിങ് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട് പീസ് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത ആ പീസും എടുത്തിട്ട് കമത്തി വെക്കണം. നല്ല വശം ചേർത്ത് വെക്കണം കേട്ടോ. ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പിന്ന് എടുത്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് അതിൻ്റെ വീവ് തന്നെ താഴ്ഭാഗം ഉണ്ടല്ലോ, ആ വീവ് തന്നെ അവിടെ നമുക്ക് പെൻസിൽ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വി പോലെ ശരിക്കും ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വി പോലെ ഇങ്ങനെ താഴ്ഭാഗത്ത് തയ്ക്കാനായിട്ട് ഇങ്ങനെ പെൻസിൽ കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേളിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടാൽ മതി. ആ പ്രസറിൻ്റെ വീതിക്ക് തയ്യൽ തുമ്പ് ഇട്ടാൽ മതി കേട്ടോ. ഇവിടെ
എന്നിട്ട് ആ വി വന്നവിടെ കറക്റ്റായിട്ട് സൂചി കുത്തി നിർത്തണം. കുത്തി നിർത്തിയിട്ട് വേണം ഇങ്ങനെ തിരിക്കാനായിട്ട്. തിരിച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡും 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കെട്ടിയിട്ട് തീർക്കാം. സ്റ്റിച്ച് ചെയ്ത് എടുത്തു. എന്നിട്ട് ആ വി വന്നവിടെ ചെറിയ കട്ടിങ് കൊടുക്കണം കേട്ടോ. ആ നൂലിൽ കൊള്ളാതെ ആ നൂല് വരെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടിങ് എല്ലായിടത്തും ഇങ്ങനെ ചെറുതായിട്ട് കട്ടിങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാക്ക് വശത്തേക്ക് ആ പീസ് ഇങ്ങനെ തിരിക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. എന്നിട്ട് അതിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒരു കാണി അടിച്ചു കൊടുക്കുക കേട്ടോ. ഇതേ കണ്ടോ, ഇങ്ങനെ 2 സൈഡിലും അതേപോലെ കാണി അടിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇൻവിസിബിൾ സിബ്ബാണ് വെക്കണത്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണി അടിച്ച് എടുക്കുന്നത്. അപ്പോൾ ഇൻവിസിബിൾ സിബ്ബ് അടിക്കണത് ഇതിൽ തയ്ക്കണത് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ സിബ്ബ് മാത്രം തയ്ക്കുന്ന വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ കാണി അടിച്ചു കൊടുത്തു 2 സൈഡും. എന്നിട്ട് അത് തിരിച്ചു കൊടുക്കുക. ദേ ഇങ്ങനെ സിബ്ബ് എടുക്കുക. സിബ്ബ് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തൊക്കെ നോക്കണം കേട്ടോ. ചില സിബ്ബ് ഡാമേജൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കണം. എന്നിട്ട് അത് ഇങ്ങനെ കമത്തി വെക്കണം. കണ്ടോ, ഇങ്ങനെ കമത്തി വെക്കണം. കമത്തി വെച്ചിട്ട് വേണമെങ്കിൽ പിന്ന് കുത്തി കൊടുത്താൽ മതി. പിന്ന് 2 സൈഡ് ഇങ്ങനെ വെച്ചിട്ട് പിൻ കുത്തിയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ കമത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക കേട്ടോ. സിംഗിൾ പ്രസറാണെങ്കിൽ നമുക്ക് ഈ ഇൻവിസിബിൾ സിബ്ബൊക്കെ തയ്ക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ സിംഗിൾ പ്രസറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ കെട്ടിട്ട് ഇങ്ങനെ നിർത്താം. ഒരു സൈഡ് ഇങ്ങനെ കെട്ടിട്ട് നിർത്താം. എന്നിട്ട് സിബ്ബ് ഇങ്ങനെ അടച്ച് നോക്കാം. അപ്പോൾ എവിടെയും പിടിക്കാതെ നീറ്റായിട്ട് ഇങ്ങനെ അടയ്ക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയെന്നാണ്. അപ്പോൾ സൈഡ് കൂടെ തയ്ക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ സിബിലേക്ക് കയറി പിടിക്കും. അങ്ങനെയൊന്നും വരാതെ സിംഗിൾ പ്രസറിട്ട് തയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബിസിനസ്സൊക്കെ തുടങ്ങുവാണെങ്കിൽ സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് എല്ലാം മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. തുടക്കക്കാർക്കാണ് ഈ പറയണത്. എന്നിട്ട് ഇവിടെ ലാസ്റ്റ് വീട് അവിടെ ലാസ്റ്റ് എത്തുമ്പോൾ ഇങ്ങനെ കെട്ടിട്ട് നിർത്താം. ഇതേ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേ ഞാൻ സിബ്ബ് അടച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതേ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു ടക്ക് പോലെ മാത്രം നിൽക്കുള്ളൂ ഈ സിബ്ബാണെങ്കിൽ. എന്നിട്ട് അത് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ എടുക്കാം. ഉള്ളിലേക്ക് സിബ്ബ് ഇങ്ങനെ എടുത്തിട്ട് ആ സിബ്ബ് ഇങ്ങനെ പുറത്തേക്ക് മെല്ലെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം. കണ്ടോ, ഇങ്ങനെ എടുക്കണം. ഇപ്പോൾ സിബ്ബ് ഇച്ചിരി ലെങ്ത് ഉണ്ട്. അത് ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ താഴ്ഭാഗത്തൊരു തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഞാൻ അത് പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഇതേ സിബിൻ്റെ അവിടെ മേളിൽ ആ തുണി കഷ്ണം ഇച്ചിരി കയറി നിൽപ്പുണ്ടല്ലേ, അത് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് അവിടെ ഒരു ചെറിയ കെട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ മേളിൽ നമ്മളൊരു പടി കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കെട്ടിട്ട് കൊടുത്തതൊന്നും കാണൂല, നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇതേ അപ്പുറത്തെ സൈഡും അതേപോലെ ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ കെട്ടിട്ട് കൊടുത്താൽ മതി. എക്സ്ട്രാ നൂലൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നീറ്റായിട്ട് സിബ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മേളിലൊരു പടി കൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ നീറ്റായിട്ട് നമ്മൾ റെഡിമെയ്ഡൊക്കെ മേടിക്കുന്ന നൈറ്റിലൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ ഇരിക്കും. ഇതിൻ്റെ വീതി ഞാൻ 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഒരു 10 ഇഞ്ച് ലെങ്ത്തും ഇതിന് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ മടക്കി കൊടുക്കുക. നല്ല വശം മേളിലേക്ക് വന്ന പോലെ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ നീറ്റായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ മേളിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ വെക്കാം. വെച്ചിട്ട് 4 ഇഞ്ച് വിട്ട് സിബിൽ കയറാതെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സിബും മേളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ദേ ഇവിടെ താഴെ എത്തുമ്പോൾ ഈ തുണി ഒന്ന് ഇങ്ങനെ മേളിലേക്ക് മടക്കി കൊടുക്കണം കേട്ടോ. ഇതേ ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്തിട്ട് അവിടെ വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അവിടെ കെട്ടിയിട്ട് സൂചി കുത്തി നിർത്തിയിട്ടോ, കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ആ പടി ഇങ്ങനെ മടക്കി, കണ്ടോ, അപ്പുറത്തേക്ക് മടക്കി
മടക്കിയിട്ട് അതിൻ്റെ മേളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് മടക്കിയിട്ട് ഇങ്ങനെ നല്ല വശത്തിൽ കൂടെ ഇങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് ആ സിബിൻ്റെ ലെങ്ത്ത് എവിടെയാണോ ഉള്ളത് അവിടെ വരെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് ലെങ്ത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. എന്നിട്ട് ദേ ഇവിടെ സിബിൻ്റെ ലെങ്ത്ത് അവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തിട്ട് പുറംകാണി ഇങ്ങനെ അടിച്ചു കൊടുക്കുക. കണ്ടോ, ആ പടിയുടെ മേളിൽ കൂടെ ഇങ്ങനെ മേളിലേക്ക് എത്തുമ്പോൾ സിബ് ഒന്ന് താഴേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ നിർത്തുമ്പോൾ ഒരു കെട്ടിട്ട് നിർത്തിയാൽ മതി. എക്സ്ട്രാ നൂലൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല സൂപ്പറായിട്ട് പടിയായി. ഇനി അതിൻ്റെ മേളിൽ ഒരു ഹുക്ക് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ബാക്ക് പീസ് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കിൻ്റെ സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്തിട്ട് നമ്മൾ പ്ലീറ്റ് എടുത്ത് വെച്ച തുണിയില്ലേ അത് ഇതിലേക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല വശം ചേർത്ത് വെക്കണം. ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത്, അപ്പോൾ പ്ലീറ്റ് ഈ സമയത്ത് കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ആക്കണം കേട്ടോ. ദേ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അവിടെ ഒരു ചെറിയ ഷേപ്പ് വരും, അതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ദേ ഇപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം നമുക്ക്. എന്നിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് അതിനും പുറംകാണി ഇങ്ങനെ അതിൻ്റെ നല്ല വശത്തിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ എത്തുമ്പോൾ പ്ലീറ്റൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ പ്ലീറ്റൊക്കെ കറക്റ്റാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ അതിനെ തിരിച്ചിങ്ങനെ ഇടണം. നല്ല വശത്തിൽ കൂടെ ഇങ്ങനെ ഇടണം. എന്നിട്ട് തയ്യൽ തുമ്പ് മേളിലേക്ക് വെക്കണം. കണ്ടോ, തയ്യൽ തുമ്പ് ഞാൻ ബോഡി പാർട്ടിൻ്റെ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1/4 ഇഞ്ച് വിട്ട് ഇങ്ങനെ ഒരു പുറംകാണി ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. പ്ലീറ്റൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഷേപ്പുള്ളവിടെ സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സിബ് ലെങ്ത്ത് കൂടുതലാണല്ലോ. ലെങ്ത്ത് ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത അത്ര കട്ട് ചെയ്ത് കളയാം. ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ലാസ്റ്റ് വശത്തേക്ക് ഇങ്ങനെ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഒരു കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബോഡിയിൽ വയറിൻ്റെ അവിടെ ഒന്നും കൊള്ളാതെ നല്ല നീറ്റായിട്ട് നിൽക്കും. എന്നിട്ട് നമ്മൾ 6.5 ഇഞ്ച് എവിടെയാണോ നമ്മൾ കൈയുടെ വണ്ണം മാർക്ക് ചെയ്ത് അവിടെ ഇങ്ങനെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്തുണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ അപ്പുറത്തെ സൈഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഇതേപോലെ അപ്പുറത്തെ സൈഡും തയ്ച്ചെടുക്കണം. ഞാൻ ഒരു സൈഡാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ താഴ്വശത്ത് മടക്കി തയ്ക്കണം. നമ്മുടെ ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത്ര നോക്കിയിട്ട് നമുക്ക് താഴ്വശം ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2ആയിട്ട് മടക്കണം കേട്ടോ. ഡബിൾ ഫോൾഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് മാർക്ക് ചെയ്യണം. എക്സ്ട്രാ 1 ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ 1/2 ഇഞ്ച് തയ്ക്കുമ്പോൾ ആ 1 ഇഞ്ച് പോവും. അങ്ങനെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈ നൈറ്റി അടിപൊളിയായി വന്നിട്ടുണ്ട്. ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം സ്റ്റിച്ച് ചെയ്ത നൈറ്റി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.